Hi dear friends, ഇന്നൊരു സോസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഷെസ്വാൻ സോസ്. ചൈനീസ് വിഭവങ്ങളായ ഷെസ്വാൻ നൂഡിൽസിനും ഷെസ്വാൻ ചിക്കനിലുമൊക്കെ ഈ ഒരു സോസാണ് ചേർക്കുന്നത്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് വീട്ടിൽ തന്നെ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ ഷെസ്വാൻ സോസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ റോഷിനിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ടിങ്കിൾസ്. ടിങ്കിൾസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഷെസ്വാൻ സോസിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉണക്കമുളകാണ്. ഞാനിവിടെ 50 ഗ്രാം വറ്റൽമുളകും 50 ഗ്രാം കാശ്മീരി മുളകുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുളകിൻ്റെ ഞെട്ട് ഇതുപോലെ മാറ്റിയിട്ടുണ്ട്. കാശ്മീരി മുളകിന് എരിവ് കുറവാണ്, പക്ഷേ നല്ല കളർ കിട്ടും. വറ്റൽമുളകിന് നല്ല എരിവും ഉണ്ടാകും. അപ്പോൾ രണ്ടും കൂടെ ചേർക്കുമ്പോൾ എരിവും കളറുമൊക്കെ ആവശ്യത്തിന് നമ്മുടെ സോസിന് ലഭിക്കും. ഇനി ഈ കാശ്മീരി മുളകും വറ്റൽമുളകും നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം. അതിനായിട്ട് വലിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. നമുക്കിത് ഒരു മണിക്കൂർ ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരും. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ മുളകെല്ലാം നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ നിന്നും മാറ്റിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. നമുക്കിത് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഇത് അരയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മുളകും നമുക്ക് 2 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം 1-1.25 കപ്പ് മുളകിൻ്റെ പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. രണ്ടും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ കളറൊന്നും ചേഞ്ചായി വരേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാവും. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് സോഫ്റ്റായിട്ട് വരും. ഇതിപ്പോൾ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നല്ല ഒരു സ്പൈസി സോസാണ്. ഇനി എരിവ് കുറച്ച് മതിയെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വറ്റൽമുളകിൽ നിന്നും ഒരു 8-10 വറ്റൽമുളകിൽ നിന്നും കുരു ഒന്ന് മാറ്റിയിട്ട് സോക്ക് ചെയ്തിട്ട് അരച്ചാൽ മതി. അപ്പോൾ എരിവ് കുറച്ച് കുറഞ്ഞു കിട്ടും. വറ്റൽമുളകിൽ നിന്നുമാണ് കൂടുതലും എരിവ് സോസിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഒരു 8-10 വറ്റൽമുളകിൻ്റെ കുരു ഒന്ന് മാറ്റിയിട്ട് സോക്ക് ചെയ്തിട്ട് അരയ്ക്കാം എന്ന് പറയുന്നത്. അപ്പോൾ എരിവ് കുറച്ച് മതിയെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ നമുക്ക് സോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചില്ലി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുളകൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരണം. നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര 2 ടീസ്പൂൺ, വിനാഗിരി 3 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 3 ടേബിൾ സ്പൂൺ, സോയ സോസ് 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇത് നന്നായിട്ടൊന്ന് തിക്കായി വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 7-8 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ അടച്ചു വെച്ച് തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 7-8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഷേസ്വാൻ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് ചൈനീസ് ഡിഷിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ഒരു ഡിഷ് ഉടനെ തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 2 ആഴ്ച വരെ കേടുകൂടാതെ ഇരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടിങ്കിൾസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.